ബലാത്സംഗ കുറ്റം ചുമത്തിയ കൊല്ലം എം.എൽ.എ. മുകേഷിന്റെ രാജി ആവശ്യം ശക്തമാകുന്നതിനിടെ CPM സംസ്ഥാന സമിതി ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യും. കമ്മിറ്റിയുടെ ഔദ്യോഗിക അജണ്ടയിൽ വിഷയം ഇല്ല എങ്കിലും സംസ്ഥാന കമ്മിറ്റിയിൽ കൊല്ലത്ത് നിന്നുള്ള നേതാക്കൾ വിഷയം ഉന്നയിച്ചേക്കും. മുകേഷിന്റെ രാജി ആവശ്യത്തിൽ കൊല്ലത്തെ നേതാക്കളുടെ അഭിപ്രായം നിർണായകമാവുകയും ചെയ്യും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിൽ ഉയർത്തിയ ചലനങ്ങൾക്കിടെ വിഷയത്തിൽ ആദ്യമായി പ്രതികരിക്കാൻ മോഹൻലാലും വരുന്നു. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മോഹൻലാൽ മാധ്യമങ്ങളെ കാണും. അമ്മ ഭരണസമിതിയിലെ കൂട്ടരാജിയിൽ ഉൾപ്പെടെ മോഹൻലാലിന്റെ പ്രതികരണം എന്താകും എന്നുള്ളത് നിർണായകമാണ്. നടിമാരുടെ പരാതികളിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. ഭിന്നതയ്ക്കിടെ ഫെഫ്ക യോഗവും ഇന്ന് ചേരും. VV അരുൺ, ആജ്ഞ രവീന്ദ്രൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം VV അരുണിലേക്ക്. അരുൺ, വളരെ നിർണായകമായിട്ടുള്ള CPM സംസ്ഥാന സമിതി, അത് പ്രത്യേകിച്ചും ഇത്തരം വിഷയം ചർച്ച ചെയ്യുമ്പോൾ വിവാദം കത്തി നിൽക്കുന്ന സാഹചര്യമാണ്. ഈ കൊല്ലത്ത് നിന്ന് പോലും പാർട്ടിക്കുള്ളിൽ മുകേഷിനെതിരെ സ്വരമുയരുന്ന സാഹചര്യമുണ്ട്. ഒരു നിർണായക തീരുമാനത്തിലേക്ക് CPM എത്താൻ കഴിയുമോ? അരുൺ, കേൾക്കാമോ? മുകേഷിന്റെ രാജി ആവശ്യം, ആ സമ്മർദ്ദം ശക്തമാവുകയാണ്. ഓരോ ദിവസവും ഇടതുമുന്നണിക്കുള്ളിൽ നിന്ന് ഒരുപക്ഷെ CPM-നുള്ളിൽ തന്നെ അത്തരം ആവശ്യം ശക്തമായി തന്നെ ഉയർന്നു വരുന്നു. CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പരസ്യമായി അക്കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. CPM-ന്റെ മഹിളാ സംഘടനയായ വനിതാ സംഘടന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പരോക്ഷമായി ഇത്തരം നടപടി വേണമെന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. CPI നിലപാട് CPM-നെ അറിയിച്ചിട്ടുണ്ട്. മുകേഷ് രാജിവെക്കുന്നതാണ് മുന്നണിക്കും സർക്കാരിനും ഒക്കെ നല്ലതെന്ന നിലപാട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ മുകേഷ് ഇപ്പം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം എന്നാണ് ലഭിക്കുന്ന സൂചന. പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ട് മുകേഷിന്റെ രാജിക്കായി. പക്ഷേ ഇപ്പോൾ മുകേഷ് രാജിവെച്ചാൽ അത് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. മാത്രമല്ല, ഈ മുകേഷിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്ന പരാതികളുടെ മെറിറ്റിലും വലിയ മെറിറ്റ് പരിശോധിച്ചാൽ പോലും അത് രാജി ആവശ്യമില്ല എന്ന നിലപാടിലേക്കാണ് CPM എത്തുന്നത്. മുകേഷ് ചില തെളിവുകൾ CPM നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. അത് ഈ പരാതി ഉന്നയിച്ച സ്ത്രീ, അവർ മുകേഷിനെ ബ്ലാക്ക്മെയിൽ ചെയ്തടക്കമുള്ള കാര്യങ്ങളിൽ ആണ് മുകേഷ് തെളിവുകൾ സഹിതം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതുകൊണ്ടാണ് അത്ര വേഗത്തിൽ തിടുക്കപ്പെട്ട ഒരു രാജി വേണ്ട എന്ന നിലപാടിലേക്ക് CPM എത്തുന്നത്. മറ്റൊരു കാരണം, മുകേഷ് രാജിവെച്ചാൽ സ്വാഭാവികമായും കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. കൊല്ലത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥി പോലും കണ്ടെത്താനാകാത്തതൊക്കെ CPM-ന്റെ നേതൃത്വത്തെ കുഴയ്ക്കുന്നുണ്ട്. ഇതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കാര്യമായ വിഷയം ചർച്ചയ്ക്കെടുത്തില്ല. പക്ഷെ നേതാക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അത്തരമൊരു രാജിയുടെ ആവശ്യമില്ല. കോൺഗ്രസിന്റെ 2 MLA-മാർ നേരത്തെ രാജിവെക്കാത്തത് ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. അതിനുമപ്പുറത്തേക്ക് മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളുടെ രജിസ്ട്രി പുറത്തു വരട്ടെ. ഒരു ആരോപണത്തിന്റെ പേരിൽ മാത്രം MLA സ്ഥാനം രാജിവെക്കുകയും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക്, പ്രത്യേകിച്ചും ഒട്ടും അനുകൂലമല്ലാത്ത രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് മുന്നണി പോകുന്നത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തൽ കൂടി CPM-നുണ്ട്. അതുകൊണ്ടാണ് മുകേഷിന്റെ രാജി ഉണ്ടാകുന്ന തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ കൊല്ലത്തെ CPM നേതൃത്വത്തിന്റെ അഭിപ്രായം എന്ന് ഒരുപക്ഷെ സംസ്ഥാന സമിതിയിൽ ഉയർന്നേക്കും. ചർച്ചകളിൽ അവിടെ നിന്ന് നേതാക്കൾ മുകേഷിന്റെ രാജി ആവശ്യമുള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചേക്കും. പ്രാദേശിക നേതൃത്വത്തിന് മുകേഷിനോട് വലിയ മമതയില്ല എന്നത് വസ്തുതയാണ്. ഒരു കാര്യം കൂടി ഉള്ളത്, ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിന്റെ അജണ്ടയിൽ ഈ വിഷയം ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ആർക്കെങ്കിലും ഉന്നയിക്കണമെങ്കിൽ ഉന്നയിക്കാനുള്ള അവസരം ഉണ്ടാകും. അങ്ങനെയാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ ആരെങ്കിലും ഇത് ഉന്നയിച്ചേക്കുമെന്ന തരത്തിലുള്ള സൂചനകൾ പുറത്ത് വരുന്നത്. സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം വന്നത് കൂടി. ഈ മുകേഷിന്റെ വിഷയം ചർച്ചയാകണമെങ്കിൽ അതിനാകാനുള്ള സാധ്യത കൂട്ടുന്നതാണ്. മറ്റ് PK ശശിക്കെതിരെ നടപടിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ സംസ്ഥാന സമിതി അംഗീകാരം നൽകിയേക്കും. KPCC ചെയർമാൻ സ്ഥാനത്തേക്ക് ശശി തുടരുമെന്ന തീരുമാനമുണ്ടാകും. EP ജയരാജനെതിരെ ഉയർന്ന ആരോപണം, BJP ബന്ധവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ വീണ്ടും ചർച്ചയുണ്ടാകുമെന്ന് നേരത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. അത് ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത്തരത്തിൽ നിരവധി സംഘടനാ വിഷയങ്ങൾ CPM-ന് മുന്നിലുണ്ട്. പക്ഷെ ഒരു ദിവസം മാത്രം ചേരുന്ന സംസ്ഥാന സമിതി യോഗമാണ്. പാർട്ടി സമ്മേളനങ്ങൾ പ്രഖ്യാപിച്ച ശേഷം സംസ്ഥാന സമിതി യോഗമാണ്. അതുകൊണ്ട് തന്നെ നടപടിക്കാര്യങ്ങളിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും മുകേഷിന്റെ രാജി ആവശ്യം ഓരോ ദിവസവും ശക്തമാവുകയാണ്. ഓരോ ദിവസവും CPM-ൽ അതിന്റെ പേരിലുള്ള സമ്മർദ്ദം കൂടുകയുമാണ്.